ദൈവത്തിന് സ്തുതി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 31 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗത്തു നിന്നാണ്. മുഴുവൻ മാനവജാതിയുടെ രക്ഷകനായിട്ടും ഇസ്രായേലിന്റെ വാഗ്ദത്ത രക്ഷകനുമായിട്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം യേശുവിനെ ചിത്രീകരിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തു എന്നാണ് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ യേശു 2 അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതായി നമുക്ക് കാണാം. ഗലീലയിലെ കഫർനഹൂമിൽ യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യൻ ഉണ്ടായിരുന്നു. യേശു അതിനെ ശ്വാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എന്ന് നമ്മൾ അവിടെ കാണുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വേദനകൾ ആയിത്തീരും. പക്ഷേ ദൈവസ്നേഹമാണ്, അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ശീമോന്റെ അമ്മായിയമ്മയെ കഠിന ജ്വരത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്. വിടുതൽ പ്രാപിച്ചപ്പോൾ അവൾ ഉടനെ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന് അവിടെ കാണുന്നു. വിടുതൽ പ്രാപിക്കുമ്പോൾ വെളിച്ചത്ത് നടക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആയിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പ്രാപിച്ചവരാണ്, ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ് നമ്മൾ ഏവരും. ആ കൃപയിൽ ജീവിക്കുവാൻ കൃപ പ്രാപിച്ച നമ്മൾ ഏവരും പ്രകാശത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ സഭയും നമ്മളും പരിശുദ്ധ നോയമ്പ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവിൻ്റെ ഈ വലിയ നോയമ്പ് നമുക്ക് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.